The Campus. Hi viewers, welcome to another exciting episode of The Campus. തൃശ്ശൂരിലെ മാത്രമല്ല കേരളത്തിലെയും പ്രശസ്തമായ മലബാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ സ്റ്റുഡൻസിനൊപ്പം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഒരു കിടിലൻ ഡാൻസ് പെർഫോമൻസോട് കൂടി ആരംഭിച്ചാലോ? റെഡിയല്ലേ? किसी और की मुझको जरूरत क्या, मैं तो खुद से प्यार जता
ആയിരുന്നു. അതുപോലെ തന്നെ ഓഡിയൻസും കലക്കി. എന്തായാലും മലബാർ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളൊക്കെ നല്ല എനർജറ്റിക് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ചെറിയ ഇന്ററാക്ഷൻ സെക്ഷനിലേക്ക് കടക്കാം. ഓക്കെ? The campus after a short break. മുടിയഴക് ജന്മനാ മാത്രം കിട്ടുന്ന ഒന്നല്ല. ഒരല്പം ശ്രദ്ധിച്ചാൽ ആരോഗ്യവും അഴകുമുള്ള കറുത്ത മുടി നിങ്ങൾക്കും സ്വന്തമാക്കാം. ഞാൻ വിശ്വസിക്കുന്നത് സീതാറാം നരസിംഹം ഓയിലിലാണ്. 21 ദിവസം കൊണ്ട് താരനും മുടികൊഴിച്ചിലും മുടിപൊട്ടലും മാറി കറുത്തിരണ്ട മുടി തിരികെ ലഭിക്കുന്നു. 3 മാസത്തിനുള്ളിൽ അകാല നിറം മാറി മുടി കറുക്കുവാൻ തുടങ്ങുന്നു. നരസിംഹം ടാബ്ലറ്റുകൾ കഴിക്കുമ്പോൾ നരച്ച മുടിയുടെ സ്ഥാനത്ത് കറുത്ത മുടി വളരുവാനും തുടങ്ങുന്നു. അകാല നരയ്ക്കും മുടികൊഴിച്ചിലിനും ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന നമ്പർ 1 കേസ സംരക്ഷണി സീതാറാം നരസിംഹം ഓയിൽ, നരസിംഹ ടാബ്ലറ്റ്സ്. The campus. നമുക്കറിയാം ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഡെവലപ്ഡ് ആയി അല്ലേ? പെട്ടെന്നായിരുന്നു, ഒരു ഫാസ്റ്റ് ഗ്രോത്ത് ആയിരുന്നു ടെക്നോളജിയുടെ ഒക്കെ ഒരു മികവില്. സോ എന്തുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോഴും ഒരു ഡെവലപ്പിംഗ് കൺട്രി എന്ന ടൈറ്റിൽ നിൽക്കുന്നത്? സോ ഇന്ത്യ എന്നാണ് ഡെവലപ്ഡ് ആവുക? എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ? ഇന്ത്യ ഡെവലപ്ഡ് ഇപ്പൊ ആവാനൊന്നുമില്ല, അല്ലെങ്കിൽ ഡെവലപ്ഡ് ഇനി കുറച്ച്. നമുക്കൊക്കെ അറിയാം നമ്മുടെ ഇന്ത്യ ഡെവലപ്ഡ് ആണെന്ന്. എന്നാലും പിന്നെ ആരാണ് ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രി എന്ന് വിളിക്കുന്നത്? അത് നമ്മുടെ ഇന്ത്യയായിട്ട് അസൂയയുള്ളവർ മാത്രമാണ് ഇന്ത്യ ഡെവലപ്പിംഗ് കൺട്രി ആയിട്ട് വിളിക്കുന്നത്. സോ പിന്നെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തൊക്കെ കുറവുകളാണ് ഇന്ത്യക്കുള്ളത്? അല്ലെങ്കിൽ ഇന്ത്യയെ നമുക്ക് ഇനി എങ്ങനെ കുറച്ചുകൂടി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം? എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും എന്തുകൊണ്ടാണ് ഇന്ത്യ ഡെവലപ്പിംഗ് കൺട്രി ആണെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫീൽഡ്സ് എടുത്തു കഴിഞ്ഞാലും, ഇതിപ്പം സ്പോർട്സ് ആയാലും ഏത് ഫീൽഡ്സ് എടുത്തു കഴിഞ്ഞാലും അഴിമതി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ശാപമാണ് ഇന്ത്യയുടെ, പ്രത്യേകിച്ച് നമ്മുടെ കൺട്രിയിൽ അല്ലേ. എന്നാണ് അഴിമതി തീരുന്നത് അന്ന് നമ്മുടെ ഇന്ത്യ ഡെവലപ്ഡ് ആവും. സോ വളരെ നല്ലൊരു പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ അഴിമതി ഇല്ലായ്മ ചെയ്യുക എന്നതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. I think experienced personalities from various fields should get into politics. Okay. Because if they have experience in their field, then they can remove the stigma of politics and look after. Because every citizen has the right to vote. Seriously. So it's our responsibility who we elect. So you all can learn the different possibility of the politics, right? Yeah, exactly. Okay, it's a very excellent answer. So it's a very good responsibility to take the country's care in our hands. Rohit, you rock. Thank you. യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരിക്കലും വയലന്റ് അല്ല. അതിന് അതിൻ്റെതായ രീതികളുണ്ട്. എന്താണ് പൊളിറ്റിക്സ് എന്ന് നമ്മൾ എല്ലാവരും അറിയണം അല്ലേ? ഇന്ത്യ ഒരു ഡെവലപ്ഡ് നേഷൻ ആവണമെങ്കിൽ ആദ്യം സമൂഹം നന്നാവണം, ഓരോരുത്തരും മനസ്സ് നന്നാവണം. സമൂഹത്തിന്റെ ഉന്നതിയിൽ താമസിക്കുന്ന ഒരു വ്യക്തി എന്നാണോ റോഡ് സൈഡിൽ ഒരു ചെറ്റക്കുള്ളിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട വ്യക്തിയുമായി എന്ന് കഞ്ഞി കുടിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നോ അന്നേ നമ്മുടെ സമൂഹം നന്നാവും, അന്ന് ഓരോരുത്തരും മനസ്സ് നന്നാവും, അന്ന് ഇന്ത്യ ഒരു ഡെവലപ്ഡ് നേഷൻ ആവും. താങ്ക് യു. നമ്മുടെ കോളേജ് ചെയർമാൻ ആണ് മിഥുൻ അല്ലേ? സോ ഒരു നല്ല ചെയർമാൻ വേണ്ട കുറച്ച് ക്വാളിറ്റീസ് പറഞ്ഞേ. ഒരു നല്ല ചെയർമാൻ ആവാൻ പ്രത്യേകിച്ച് ക്വാളിറ്റീസ് ഒന്നും വേണ്ട, നല്ലൊരു മനസ്സ് മതി. നല്ല മനസ്സ് മതി. മിഥുന്റെ നല്ല മനസ്സുകൊണ്ട് മിഥുൻ ചെയർമാൻ വരെ എത്തി. നാളെ മിഥുൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയി കഴിഞ്ഞെന്ന് വിചാരിക്കുക. എന്തായിരിക്കും നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ചെയ്യാ? ആദ്യം ഇന്ത്യയുടെ ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയാനുള്ള എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം. ഇന്ററാക്റ്റീവ് സെക്ഷനൊക്കെ അങ്ങനെ തകർത്ത് നടക്കുകയാണ്. ഇനി നമുക്ക് ഒരു നല്ല പാട്ടായാലോ? ആബിദൻ രാഹുൽ, കം ഓൺ. തെന്നിപ്പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്ത് ചെല്ലിട്ടലച്ചതല്ലേ വെറുതെ കോലം തുള്ളും മനസ്സേ പാവം നീയും വഴിയിൽ ചേക്കയുണരും പാല് വിറയും പക്ഷി പറയും ഭൂമിയിനി അടിമുടി കുലുകുമെന്നൊരു വല നനകുമൊഴുന്ന മറന്നു തെന്നിപ്പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്ത് ചെല്ലിട്ടലച്ചതല്ലേ
പുലരി വരും അലങ്കാരം ഇവിടെ ഞാൻ കൊക്കരുതോ കൂടെയില്ലെങ്കിൽ വഴിയെ പുലരി വരും ഉശിരേറിയാൽ പുലി മുല്ലടാ ഉശിരില്ലെന്നതു നേരടാ വെളി തുമ്മിയാൽ മല വീഴുമോ എരിതിയിൽ തിരിവേകുമോ കലഹം കൂടുമുലഹം മേടു പലതും കാട്ടിയിലെ പായുമൊരു പുഴയുടെ നിരയുടെ നിരയുടെ തരിയവർ ഇന്നം മറന്ന് തെന്നിപ്പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ ഉന്നം മറന്ന് തെന്നിപ്പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ റംബവംബവം റിംബവംബവം റംബവംബവം റിംബവംബവം മതമിളകും കനവുകളിൽ കരുതി നടക്കരുതേ ഇനി വെറുതെ ചിവലുകളെ ചെറുകുഴിയാനകളും മതമിളകും കനവുകളിൽ ധരിക്കരുതേ ഇനി വെറുതെ ചിതലുകളെ